വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു ബാലന്റെ ജീവൻ ബലി കൊടുത്തത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പാണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് എവിടെയാണ്? എന്ത് ചെയ്യുന്നു? കേരള ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിമാരൊക്കെ എവിടെയാണ്? മേഘ, നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ശരിക്കും ഭയാനകമാണ്. കോളറ പോലെയുള്ള മാരക രോഗങ്ങൾ വീണ്ടും കടന്നു വരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിപ്പ മാത്രമല്ല, നമുക്ക് നോക്കുകയാണെങ്കിൽ ചുറ്റും രോഗമാണ്. കേരളം എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ പനിച്ചൂടിലാണ് നമുക്ക് പറയാൻ പറ്റും. പണ്ട് നമ്മൾ തുരത്തി കളഞ്ഞു എന്ന് പറഞ്ഞ കോളറ പോലെയുള്ള രോഗങ്ങൾ, ഡെങ്കിപ്പനി, മസ്തിഷ്ക ജ്വരം, ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് രോഗങ്ങൾ ഇന്ന് വീണ്ടും കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിമാർ എന്താണ് ചെയ്യുന്നത്? അവർ ജസ്റ്റ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയുന്നു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്ത് ഈ നാടിന് വേണ്ടി ചെയ്തു എന്നുള്ളത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ചെറിയ കുട്ടിക്ക് അസുഖം വന്നു എന്ന് ആശുപത്രിയിൽ വന്ന സമയത്ത് അവൻ എന്ത് അസുഖമാണെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ പോലും നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിന്റെ ഒരു വലിയൊരു വീഴ്ചയല്ലേ? കേരളത്തിൽ നിന്നുമുള്ള ടെസ്റ്റ് സാമ്പിൾ പൂണൈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ നിന്നുമാണ് റിസൾട്ട് വരേണ്ടത്. അതുവരെയും ആ കുട്ടിക്ക് എന്ത് ചികിത്സയാണ് നൽകിയത്? മേഘ, നമുക്ക് ആലപ്പുഴയിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പക്ഷെ എന്ത് ഉപകാരമാണ് അതുകൊണ്ടുള്ളത് എന്ന് നമ്മളിപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ആ കുട്ടിക്ക് കൃത്യസമയത്ത് മരുന്ന് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ആരോഗ്യ വകുപ്പിന് സാധിച്ചില്ല എന്നുള്ളത്. ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നു, ഏറ്റവും ഒന്നാമതാണെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ വീണ്ടും വീണ്ടും കയറി വരുന്നു? എവിടെയാണ്, ആർക്കാണ് വീഴ്ച പറ്റുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് തടയിടാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതും ഏറ്റവും നമ്മൾ മറുപടി പറയേണ്ടതാണ്. സാധാരണക്കാർക്ക് എന്ത് അസുഖം വന്നാലും ഒരു വിഷയമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു രോഗം വരുമെന്ന് മുന്നറിയിപ്പ് നേരത്തെ തന്നെ നമുക്ക് കിട്ടിയതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും ആവശ്യമായ മരുന്നുകൾ ശേഖരിക്കാനോ അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യുവാനുള്ള സംവിധാനം പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ താൻ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എന്തിനാണ്? ഇപ്പോഴും ഈ കുട്ടിക്ക് ഒരു അസുഖം വന്ന സമയത്തും പൂണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ ശേഷമാണ് റിസൾട്ട് അവിടെ നിന്ന് കിട്ടിയ ശേഷമാണ് ആ കുട്ടിക്ക് ആവശ്യമായ ചികിത്സ കിട്ടുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ജീവൻ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവന് ഒരു വിലയില്ല എന്നാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. മന്ത്രിമാർക്കോ മന്ത്രികുമാരനോ ആണ് ഇങ്ങനെ ഒരു അസുഖം വന്നിരുന്നതെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുമായിരുന്നു. സാധാരണക്കാരന്റെ ജീവനാകുമ്പോൾ അതിനൊന്നൊരു വില കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ ഒരു വിലയും കൊടുക്കേണ്ട എന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടെന്ന് തോന്നുന്നു. ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നാണ് അവരുടെ പ്രവർത്തനം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ താൻ പറഞ്ഞതുപോലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു? തുടർച്ചയായി ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ഇത്രയും വികസനം പറഞ്ഞ കേരളത്തിൽ ഒരു വൃത്തിയില്ല. നമുക്ക് പച്ചയ്ക്ക് പറയാണ്ട് വൃത്തിയില്ലാന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ വഴിയില്ലാത്ത അവസ്ഥയാണ്. സത്യമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയാണ് വൃത്തിയുള്ളത്? നമ്മൾ ഒരു ശുചീകരണ പ്രവർത്തനമോ ഒന്നും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു മഴക്കാലം വരുന്നതിന് മുന്നേ എടുക്കേണ്ട ഒരു കാര്യവും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം മഴക്കാലം എന്ന രോഗം വർദ്ധിക്കുമെന്നുള്ളത്. എന്നിട്ട് എന്താണ് ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഒരു ചോദ്യമാണ്. എന്തെങ്കിലും ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുമ്പോഴോ ആർക്കെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോഴോ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന് ജനങ്ങളുടെ മുമ്പേ വന്ന് എന്ന് വെറുതെ പ്രഹസനം കാണിക്കാനാണോ കേരളത്തിന് ഇങ്ങനെ ഒരു ആരോഗ്യ വകുപ്പ്? ഇതിപ്പോ 6ാമത്തെ തവണയാണ് നിപ്പ എന്ന് പറയുന്ന വൈറസ് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഇതിപ്പോ ഈ ഒരു 6 വർഷത്തിനിടയ്ക്ക് 5 തവണ നിപ്പ വൈറസ് നമ്മുടെ നാട്ടിൽ വന്നു. എന്നിട്ടും വീണ്ടും ഇത് വരുന്നു എന്നല്ലാതെ ഇതിനെ തടയിടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 21 ജീവനുകളാണ് നിപ്പ വൈറസ് കവർന്നെടുത്തിട്ടുള്ളത്. വാക്സിൻ ഇല്ല എന്ന് മുട്ടാപ്പോക്ക് ന്യായമാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെല്ലാം ഇത്രയും ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്ന സമയത്തും ഇതിനെതിരെ വിശദമായ ഒരു പഠനം നടക്കുവാനോ അതിനെതിരെ ഒരു വാക്സിൻ കണ്ടുപിടിക്കാനോ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമോ എന്ന ബോധം പോലും ഇല്ലാതെയാണ് കേരള സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. ഇതിനെതിരെ നല്ലൊരു ആരോഗ്യ വകുപ്പും ശക്തമായ പ്രതിരോധ നടപടികളും ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ പിഞ്ച് ബാലന്റെ അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാവുന്നേ ഉള്ളൂ. വരത്തില്ല. അവരുടെ ജീവനും ഒക്കെ സംരക്ഷിക്കേണ്ട ചുമതല ആരോഗ്യ വകുപ്പിനാണെന്നും ഉദ്യോഗസ്ഥർക്കാണെന്നും എന്നൊരു ബോധം വല്ലപ്പോഴും ഒക്കെ നല്ലതാണ്. ഇതിപ്പോ നിപ്പ എന്ന് പറയുന്നത് വവ്വാലിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോഴും എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉറവിടം എന്നുള്ളത് പോലും കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഈ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് അതിനിപ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. വിശദമായ പഠനങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ എന്ത് പഠനങ്ങളാണ് നടന്നത്? എന്ത് റിപ്പോർട്ടുകൾ? അവിടെ പഠനങ്ങൾ നടന്നതിന്റെ റിപ്പോർട്ടില്ല. ഈ പറഞ്ഞതുപോലെ വവ്വാലുകളിലൂടെ അസുഖം വരുന്നു എന്ന് പറയുന്നതല്ലാതെ
അല്ലാതെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകളോ ഒന്നും കാണില്ല. ഇതിന്റെ മുന്നേ ഒക്കെ വൈറസ് വന്നപ്പോ അതിനെ പിടിച്ചു കെട്ടാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. പക്ഷെ ഇത് പിന്നെ ആവർത്തിച്ച് വരുമ്പോ ഇതിന്റെ ഉറവിടം എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ പകരുന്നു, ഇതിന്റെ ഒരു സ്വഭാവ രീതി എങ്ങനെയാണ്, ഇതൊക്കെ പഠിക്കേണ്ടതും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആരോഗ്യ വകുപ്പ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. ഇവരുടെ ഒരു അനാസ്ഥ തന്നെയാണ് സർക്കാരിന്റെ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ ഒരു വിലയില്ലാന്ന് മുഖത്തടിച്ച് പറയുന്ന പോലെയാണ്. എല്ലാത്തിനും ഒടുവിൽ ക്യാമറയ്ക്ക് മുൻപിൽ വന്ന പ്രഹസനത്തോടു കൂടിയുള്ള കുറെ കണ്ണുനീരും അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയെങ്കിലും ആരോഗ്യ വകുപ്പ് കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് ദയവ് ചെയ്ത് കേരളത്തിന്റെ ഭാവിയെ വെച്ച് കളിക്കരുതേ എന്ന് ഒന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും കണ്ണു തുറന്നേ മതിയാകൂ.